പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി കേസിൽ കൂടുതൽ അന്വേഷണത്തിന് എൻ.ഐ.എ. പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്ന് സവാദിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് എൻ.ഐ.എ. കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കും. ജയറാമിൽ നിന്ന് മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സമയം തേടി. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ എത്തിച്ചുള്ള പൂജയിൽ ജയറാം പങ്കെടുത്തതിനാലാണ് മൊഴിയെടുക്കുന്നത്. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വിദേശത്ത് പോയിരുന്നോ എന്ന അന്വേഷണം. പത്മകുമാറിന്റെ ഭാര്യയുടെ ആസ്തിയും പരിശോധിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിന് വേണ്ടി SIT നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി CPOയിൽ നിന്ന് 4 ലക്ഷം രൂപ തട്ടിയ കേസിൽ SIക്കെതിരെ നടപടി. എറണാകുളം പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജുവിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. ബൈജുവിന്റെ കൂട്ടാളി കൊച്ചി സ്വദേശി ഷിഹാമിനെ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ചികിത്സയിലിരിക്കെ വീട്ടമ്മ മരിച്ചതിൽ സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ബന്ധുക്കൾ. ഒരാഴ്ചക്കിടെ 2 ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ആങ്ങമൊഴി കലപ്പമണ്ണിൽ മായാണ് മരിച്ചത്. അടിയന്തര ഘട്ടത്തിലാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആശുപത്രി അധികൃതർ. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച വരെ ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കശ്മീരിൽ മരിച്ച സുബേദാർ സജീഷിന് ആദരാഞ്ജലി അർപ്പിച്ച നാട്. ജമ്മു കശ്മീർ രജൌരിയിലുണ്ടായ അപകടത്തിലാണ് മരണം. മലപ്പുറം സ്വദേശിയായിട്ടുള്ള സജീഷിന്റെ മൃതദേഹം ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ചു. ഒതുക്കുങ്ങൽ സ്വദേശിയാണ്. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയായിരുന്നു അപകടം. 27 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സജീഷ്. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരൻ ഉമർ നബിക്ക് പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് റിപ്പോർട്ട്. അൽ ഖ്വയ്ദയോടും IS-ഉമായും ഉമർ ചർച്ച നടത്തി. ഖ്വാസിഗുണ്ടിൽ ഒക്ടോബർ 18-നായിരുന്നു ചർച്ച. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അന്വേഷണ സംഘം. TVക്ക് അധ്യക്ഷനും നടനുമായ വിജയ് നാളെ മുതൽ പൊതുപരിപാടികൾ പുനരാരംഭിക്കുന്നു. മീറ്റ് ദി പീപ്പിൾ ക്യാമ്പയിന്റെ അടുത്ത ഘട്ടം നാളെ കാഞ്ചീപുരത്ത്. ഒരു സ്വകാര്യ കോളേജിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ 1500 പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ. പങ്കെടുക്കുന്നവർക്ക് തങ്ങളുടെ പരാതികൾ വിജയോട് നേരിട്ട് സമർപ്പിക്കാൻ അവസരം ലഭിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ. കർണാടകയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിലെ ഉൾപാർട്ടി പോര് ആയുധമാക്കി BJP. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ശീതയുദ്ധം കാരണം ഭരണം നിശ്ചലമെന്നാണ് BJPയുടെ ആരോപണം. ആരാണ് മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക്. ചണ്ഡീഗഡിന്റെ ഭരണ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം വിവാദത്തിൽ. ചണ്ഡീഗഡിന്റെ ഭരണത്തിന് ലഫ്റ്റനന്റ് ഗവർണറെ ചുമതലപ്പെടുത്തി നേരിട്ട് നിയന്ത്രിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. തീരുമാനത്തെ ചോദ്യം ചെയ്ത പഞ്ചാബിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതികളിൽ തുടർ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ. യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ സമാന്തര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള നീക്കങ്ങളിലാണ് യുക്രൈൻ. സമാധാന കരാർ അംഗീകരിക്കാൻ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ UK, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ യുക്രൈൻ നീക്കങ്ങൾ തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിയുന്നു. 2261 നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. 98,451 സ്ഥാനാർത്ഥികളാണ് ആകെ. നാളെ വൈകിട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം.